എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ പുതുതായിട്ട് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഏതാനും കോഴ്സുകളും കോളേജുകളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ന്യൂലി ആഡഡ് കോളേജസ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ ലിങ്ക് കാണാം. അപ്പോൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആദ്യം വന്നിട്ടുള്ളത് ഈ ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് 3 ടൈപ്പ് കോളേജുകളാണുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഒന്ന് സെൽഫ് ഫിനാൻസ്, അതുപോലെ രണ്ടാമത്തേത് ഗവൺമെൻറ്, മൂന്നാമത്തേത് ഈ ഒരു ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജസ്, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജസ്. ഗവൺമെൻറ് കോളേജിൽ മാത്രമാണ് ഫീസ് കുറവുണ്ടാവുക. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജസിലും സെൽഫ് ഫിനാൻസിലെ ഫീസ് തന്നെയാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. അടുത്തത് ഡയാലിസിസ് ടെക്നോളജി. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ടോട്ടൽ 75 സീറ്റാണുള്ളത്. ഈ ഒരു മാനേജ്മെൻറ്റ് മെറിറ്റ് സീറ്റുകളായിട്ട് ടോട്ടൽ ആ ഒരു 75 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി ആണെങ്കിൽ 5 സീറ്റാണുള്ളത്. അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണുള്ളത്. അടുത്തത് ഫിസിയോതെറാപ്പി കോളേജസ് ആണ്. അപ്പോൾ അത് ഗവൺമെൻറ് കോളേജ് കോട്ടയത്താണുള്ളത്. 30 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ അടുത്തത് BASLP കോഴ്സ്, അതായത് ബാച്ചലർ ഓഫ് ഓഡിയോ ആൻഡ് സ്പീച്ച് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. അപ്പോൾ ഇത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 1,00,000-ലധികം രൂപ ഫീസ് ഇനത്തിൽ വരുന്നതായിരിക്കും. ടോട്ടൽ 40 സീറ്റാണ് ഈ ഒരു കോഴ്സിനുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസസ് ഷെർണൂറിലാണ് ഈ ഒരു കോളേജ്. അടുത്തത് BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജിയാണ്, അതായത് BCVT ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് വന്നിട്ടുള്ളത് ഗവൺമെൻറ് കോളേജിലാണ്, അതായത് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണുള്ളത്. 4 സീറ്റാണ് ഇതിനുള്ളത്. അടുത്തത് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി കോഴ്സാണ്. ഗവൺമെൻറ് കോളേജിലാണ് ഈ ഒരു കോഴ്സ് വന്നിട്ടുള്ളത്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. 6 സീറ്റാണുള്ളത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ 22,010 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അലോട്ട്മെൻറ്റിനെ കുറിച്ചും ഉള്ള ഒരു നിർദ്ദേശമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതായത് ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളൊക്കെ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരിക്കുക. അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മാത്രമല്ല, പല സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ ഓരോ ഘട്ടത്തിലും നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നൽകിയ ഓപ്ഷൻ അടുത്ത ഘട്ടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻ നൽകണം. അതായത് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണോ എന്നുള്ളത്. അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ കോഴ്സും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അങ്ങനെ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവൂ. അതുപോലെ എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കണം. ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജായിരിക്കും, അതായത് ആദ്യം ഇഷ്ടം തോന്നി എന്നാൽ നിങ്ങൾക്ക് പിന്നീട് ഇഷ്ടമില്ലാത്ത കോളേജായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ പല വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കില്ല. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. ഏതെങ്കിലും കോളേജിൽ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പുതുതായിട്ട് ഏതെങ്കിലും കോളേജിൽ കിട്ടിയാൽ ആദ്യം കിട്ടിയ സീറ്റ് പോകും. പിന്നീട് പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരും. പുതിയ കോളേജിലും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്തത് സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നേരിട്ട് പോയിട്ട് പങ്കെടുക്കേണ്ടതാണ്.
അതായത് ഈ ഒരു LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റർ വിവിധ ജില്ലകളിലായിട്ടുണ്ട്. ചില ജില്ലകളിൽ ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ജില്ലകളിൽ ഉള്ളവർ ഈ ഒരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജില്ല ഏതാണോ ആ ഒരു ജില്ലയിലെ ഫെസിലിറ്റേഷൻ സെൻറ്ററിലാണ് പോവേണ്ടത്. നിങ്ങൾ നേരിട്ട് തന്നെയാണ് ഇതിന് ഹാജരാവേണ്ടത്. നേരിട്ട് പോകാനായിട്ട് സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്റർ, അതായത് പ്രോസ്പെക്ടസിലെ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഫോം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം അത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറായിട്ട് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി അവരുടെ കയ്യിൽ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ, അതായത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പങ്കെടുപ്പിക്കാനായിട്ട്, അതായത് പങ്കെടുക്കാനും അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ അവസാന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് റീഫണ്ട് നൽകുന്നതല്ല. അതായത് ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒക്കെ നടത്തിയ ശേഷം പിന്നീട് ഏറ്റവും അവസാനം സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ അങ്ങനെ നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ പുതുതായിട്ട് അത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ അലോട്ട്മെൻറ്റ്, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പഴയതും പുതിയതും നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് LBS വഴി സർക്കാർ നഴ്സിംഗ് കോളേജ് അല്ലാത്ത കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ സ്പെഷ്യൽ അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.